എല്ലാവർക്കും നമസ്കാരം. ഞാനിന്ന് ചെറിയൊരു കഥ പറയാൻ വേണ്ടിയിട്ടാണ് ഇന്ന് ഈ ഒരു വീഡിയോ ചെയ്യുന്നത്. കഥ എന്ന് മാത്രം ഇതിന് പറഞ്ഞാൽ പോരാ. ഇന്നത്തെ സമൂഹത്തിൽ അല്ലെങ്കിൽ ഇന്നത്തെ ലോകത്തിൽ മിക്ക ആളുകളുടെയും ചെറിയൊരു മാനസിക ബുദ്ധിമുട്ടാണ്, അല്ലെങ്കിൽ ചെറിയൊരു വിഷമമാണ് സ്ട്രെസ്സ്. ജീവിതത്തിൽ പ്രശ്നങ്ങൾ വരാത്ത മനുഷ്യർ ആരുമില്ല. സത്യമല്ലേ അത്? എല്ലാ മനുഷ്യർക്കും ചെറിയ ചെറിയ പ്രശ്നങ്ങൾ ഉണ്ടായിരിക്കും. പക്ഷേ നമ്മുടെയൊക്കെ പ്രശ്നങ്ങളെ മറികടന്ന് പ്രശ്നങ്ങളെ കണ്ടിട്ടും തകർന്നു പോകാതെ അതിനെ മറികടന്ന് മുന്നോട്ട് പോകുന്നവരാണ് യഥാർത്ഥ വിജയികൾ. അങ്ങനെയല്ലേ? നമുക്ക് ഒരുപാട് പ്രശ്നങ്ങൾ ഉണ്ടായിരിക്കും. പക്ഷെ ആ പ്രശ്നങ്ങളൊന്നും നമ്മുടെ പ്രശ്നങ്ങൾ ആണെങ്കിൽ പോലും അതൊക്കെ മറികടന്ന് നല്ലതുപോലെ മുന്നോട്ട് പോകുമ്പോഴാണ് നമ്മൾ ഓരോരുത്തരും ജീവിതത്തിൽ വിജയിച്ചു കൊണ്ടിരിക്കുന്നത്. സ്ട്രെസ് എന്നത് ഒരു ദൗർലഭ്യമല്ല, പക്ഷേ നമ്മൾ ഏറെ ചിന്തിക്കുന്നവരാണെന്നതിൻ്റെ അടയാളമാണ്. പക്ഷേ ഓർക്കണം, ഒരേ സമയം എല്ലാം പരിഹരിക്കാൻ പറ്റില്ല നമുക്ക്. ഒരു ദിവസം, ഒരു ചുവട്, ഒരു ശ്രമം, അത്ര മാത്രമേ നമ്മളെ കൊണ്ട് കഴിയുള്ളൂ. ഓരോ ദിവസം കൂടുന്നതും നമ്മുടെ ജീവിതത്തിൽ ഒരുപാട് പ്രശ്നങ്ങൾ ഉണ്ടായിരിക്കും. പക്ഷെ നമുക്ക് എല്ലാം ഒറ്റയടിക്ക് പരിഹരിക്കാൻ പറ്റില്ല. ഒരു ദിവസം, ഒരു ചുവട്, ഒരു പ്രശ്നം, ഒരു ശ്രമം, അത്രയും നമ്മളെ കൊണ്ട് മുന്നോട്ട് കൊണ്ടുപോകാൻ പറ്റുള്ളൂ. ഒരു ഉദാഹരണത്തിന്, നല്ലൊരു മഴ പെയ്താൽ ആകാശം തകർന്നു വീഴുമെന്ന് നമുക്ക് ഒരിക്കലും ചിന്തിക്കാൻ പറ്റുമോ? ഇല്ലല്ലോ. ഒരിക്കലും ആകാശം തകർന്നു വീഴില്ല. അതുപോലെ തന്നെയാണ് ഇന്നത്തെ ബുദ്ധിമുട്ടുകൾ നാളെ ഉണ്ടാവില്ല. നാളത്തെ സന്തോഷം മറ്റന്നാൾ അതിന് ഇരട്ടി സന്തോഷമായിരിക്കാം, അല്ലെങ്കിൽ ഒരുപക്ഷെ ദുഃഖമായിരിക്കാം. എന്തൊക്കെയാണെങ്കിൽ പോലും നമ്മൾ മുന്നോട്ട് പോകുമ്പോൾ, നമ്മുടെ ലൈഫിൽ ഒരുപാട് പ്രശ്നങ്ങൾ വരുമ്പോൾ നമ്മൾ അതെല്ലാം അതിജീവിച്ച് മുന്നോട്ട് പോകുമ്പോഴാണ് നമ്മുടെ ജീവിതത്തിൽ വിജയം വരുന്നത്. നിങ്ങൾ ഒരിക്കലും നിങ്ങളെ ചെറുതായി കാണരുത്. നിങ്ങളുടെ ഉള്ളിൽ നിങ്ങൾക്ക് തന്നെ അറിയാത്തൊരു ശക്തിയുണ്ട്. നാം എല്ലാവരുടെയും ഉള്ളിൽ നമുക്ക് അറിയാത്തൊരു ശക്തിയുണ്ട്, അല്ലേ? അത് ക്ഷീണമായിരിക്കാം, പക്ഷേ നാളെ നിങ്ങൾക്ക് വീണ്ടും ഉയർത്തി എഴുന്നേൽക്കാൻ കഴിയുന്ന ഏറ്റവും നല്ലൊരു എനർജിയും ആയിരിക്കാം. ജീവിതം നമ്മളെ എപ്പോഴും പരീക്ഷിക്കുന്നതാണ്, പക്ഷെ തകർക്കില്ല. നമ്മൾ എപ്പോഴും കൂടുതൽ ശക്തരാവണം, അല്ലേ? അതുകൊണ്ട് നാം നമ്മുടെ ജീവിതത്തിൽ എപ്പോഴും തല ഉയർത്തി നിൽക്കാൻ പഠിക്കുക. ശ്വാസം ആഴത്തിൽ എടുത്ത് എനിക്ക് കഴിയും, അല്ലെങ്കിൽ എന്നെക്കൊണ്ട് കഴിയും എന്നൊരു ഉറച്ച വിശ്വാസത്തോടു കൂടി മുന്നോട്ട് പോവുക. എന്നിരുന്നാൽ നമ്മൾ ഓരോ കാര്യങ്ങളിലും, ഓരോ പ്രവൃത്തിയിലും, ചെയ്യുന്ന ഓരോ ജോലിയിലും, ഓരോ കർമ്മത്തിലും നമ്മൾ വിജയിക്കും. ഞാൻ ഇതൊന്ന് പറയാൻ കാരണം, ഞാനന്ന് അപ്രത്യക്ഷമായിട്ട് ഒരാളെ പരിചയപ്പെട്ടു. അദ്ദേഹത്തിന്റെ ഒരുപാട് മാനസിക വിഷമങ്ങൾ എന്നോട് സൂചിപ്പിച്ചു. അദ്ദേഹത്തിനുള്ള ഒരുപാട് മാനസിക ഇഷ്യൂസുകൾ. അദ്ദേഹത്തിന് ഞാൻ പറഞ്ഞു കൊടുത്തൊരു കാര്യമാണത്. അതുകൊണ്ട് എൻ്റെ എല്ലാ സുഹൃത്തുക്കൾക്കും, മാനസികമായി ബുദ്ധിമുട്ടുകൾ അനുഭവിക്കുന്ന എല്ലാവരോടും ആസ് എ റിക്വസ്റ്റ് ആണ്, നമ്മൾ ഒരിക്കലും ജീവിതത്തിൽ തോൽക്കാൻ പാടില്ല. നമ്മൾ തോൽക്കുന്നവരല്ല. നമ്മൾ എപ്പോഴും സമൂഹത്തിൽ, ജീവിതത്തിലും തല ഉയർത്തി പിടിച്ചു നിൽക്കേണ്ടവരാണ്. എല്ലാവരോടും സ്നേഹത്തോടെ, മനീഷ്. ബൈ.